അതിർത്തിയിൽ പ്രകോപനം തുടരുകയാണ് പാകിസ്ഥാൻ. പലവട്ടം ആവർത്തിച്ചു പറഞ്ഞിട്ടും മതിയാക്കൂ, ഞങ്ങൾ സമാധാനത്തിൻ്റെ പാതയിലാണ്, സമവായത്തിൻ്റെ പാതയിലാണെന്ന് ആവർത്തിച്ചു ഭാരതം പറഞ്ഞിട്ടും നെറികേടിൻ്റെ പര്യായമായൊരു രാജ്യം ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു തെറ്റ്. പലവട്ടം ഡ്രോണുകൾ അയക്കുന്നു. അല്പം മുമ്പും അമൃത്സറിൽ വലിയ സ്ഫോടനമുണ്ടായെന്ന വാർത്തകൾ വരുന്നു. പക്ഷേ മുഴുവൻ ആക്രമണ സംവിധാനങ്ങളെയും കരുത്തുറ്റ പ്രതിരോധം കൊണ്ട് ചെറുത്തിരിക്കുന്നു ഭാരതം. മറുവശത്ത് കനത്ത ആക്രമണം തിരിച്ചഴിച്ചുവിടാനും ഭാരതത്തിനായിരിക്കുന്നു. നമുക്ക് പ്രധാന വാർത്തകളിലേക്ക് പോകാം. ഭാരതത്തിൻ്റെ പ്രഹരത്തിൽ തകർന്നടിയുകയാണ് പാകിസ്ഥാൻ. കറാച്ചി ലക്ഷ്യമായി പടക്കപ്പലുകൾ നീങ്ങുന്നു. 3 എയർബേസുകൾ, പാകിസ്ഥാന്റെ 3 എയർബേസുകൾ ആക്രമിച്ചു എന്ന വാർത്ത വരുന്നു. പാക് വ്യോമപാത പൂർണ്ണമായും അടച്ചു. ലാഹോറിലും ഇസ്ലാമാബാദിലും അടക്കം സ്ഫോടനങ്ങൾ ഉണ്ടായി എന്ന വാർത്തയും വരുന്നുണ്ട്. അതേസമയം അതിർത്തിയിൽ പ്രകോപനം തുടരുകയാണ് പാകിസ്ഥാൻ. ജനവാസ മേഖലകൾ ലക്ഷ്യമാക്കി ഡ്രോണുകൾ വരുന്നു എന്ന വാർത്ത നിർവീര്യമാക്കുകയാണ് സേന. അതിങ്ങനെ തുടരെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. നിരീക്ഷണ ഡ്രോണുകൾ എന്ന വ്യാജേന കടന്നു വരുന്ന ഡ്രോണുകളൊക്കെയും ബോംബ് വർഷിക്കാൻ ശ്രമിക്കുമ്പോൾ അതൊക്കെ തുടങ്ങിയിടത്ത് അവസാനിപ്പിക്കാൻ ഭാരതത്തിൻ്റെ കരുത്തുറ്റ സൈന്യത്തിനാകുന്നു. അഖ്നൂരിൽ, ജലന്ധറിൽ ബ്ലാക്ക് ഔട്ട് വരുന്നു. ഗുജറാത്ത് അതിർത്തിയിലും പാക് പ്രകോപനമുണ്ടാകുന്നു. പഞ്ചാബ് അതിർത്തിയിൽ, രാജസ്ഥാൻ അതിർത്തിയിൽ, കശ്മീരിൻ്റെ അതിർത്തി പ്രദേശങ്ങളിലാകെയും തുടരെ ആക്രമണത്തിന് ശ്രമിക്കുകയാണ് പാകിസ്ഥാൻ. പക്ഷേ ഉളയിലേ നുള്ളുന്നു, ആൾനാശമുണ്ടാകുന്നില്ല. ഭാരത സൈന്യത്തിൻ്റെ ശക്തി, കരുത്ത് വിളിച്ചോതുന്ന മണിക്കൂറുകളാണ് കഴിഞ്ഞു പോയത്. പ്രത്യാക്രമണത്തിൽ അതേസമയം പകച്ചു നിൽപ്പാണ് പാകിസ്ഥാൻ എന്ന കാര്യവും എടുത്തു പറയണം. പാക് പ്രധാനമന്ത്രിയും സൈനിക മേധാവിയും എവിടെയെന്ന ചോദ്യത്തിന് ഇനിയും ഉത്തരമില്ലാത്ത അവസ്ഥയാണ്. ബംഗറിൽ ഒളിച്ചിരിപ്പാണോ? മറ്റേതെങ്കിലും രാഷ്ട്രത്തിലേക്ക് അഭയം തേടാനുള്ള ഒരുക്കത്തിലാണോ? അവരുടെ കുടുംബത്തെ മാറ്റിയോ? അങ്ങനെ പല ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. തെരുവിലിറങ്ങുന്നുണ്ട് ജനങ്ങൾ. ജനമെന്ന് വെച്ചാൽ ഇമ്രാൻഖാൻ്റെ അണികൾ. ഇമ്രാൻഖാനെ മോചിപ്പിക്കൂ, പാകിസ്ഥാനെ തിരിച്ചു കൊണ്ടുവരൂ എന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് പൊതുജനം നിരത്തിലിറങ്ങുന്നുണ്ട്. അവരുടെ ആവശ്യം ഈ സർക്കാർ രാജിവെച്ചിറങ്ങിപ്പോകണമെന്നാണ്, യുദ്ധം മതിയാക്കണമെന്നാണ്. പക്ഷേ സൈനിക മേധാവികളുടെ തീരുമാനപ്രകാരം പാകിസ്ഥാൻ ആഞ്ഞടിക്കുന്നു എന്ന് കരുതുന്നുവെങ്കിൽ തെറ്റി. സൈനിക മേധാവികളെ നിയന്ത്രിക്കുന്നത് ഭീകരരാണ്. അവിടെ രാഷ്ട്രത്തെ നിയന്ത്രിക്കുന്നത് ഭരണാധികാരികളല്ല. ഭരണാധികാരികളെ നിയന്ത്രിക്കുന്നത് സൈന്യമാണ്. സൈന്യത്തെ നിയന്ത്രിക്കുന്നത് ഭീകരരാണ്. ഒന്നോർത്തു നോക്കൂ, ഒരു രാഷ്ട്രത്തിൻ്റെ സൈനിക മേധാവി ഭീകര താവളങ്ങൾ കയറി ഇറങ്ങി അവർക്ക് ഷെയ്ഖ് ഹാൻഡ് കൊടുക്കുന്ന കാഴ്ചകൾ പലവട്ടം നമ്മൾ കണ്ടതാണ്. അതാണ് പാകിസ്ഥാൻ. തെമ്മാടി രാഷ്ട്രമെന്ന് പാകിസ്ഥാനെ വെറുതെ വിളിക്കുന്നതല്ലെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട് കാര്യങ്ങൾ. ഈ അവസരം മുതലെടുത്ത് ബലൂചിസ്ഥാനിൽ പിടിമുറുക്കുകയാണ് ബലൂച്ച് വിമോചന പോരാളികൾ. അവരുടെ ശക്തി കേന്ദ്രങ്ങൾ അവർ തിരിച്ചു പിടിക്കുന്നു. മാത്രമല്ല പാകിസ്ഥാൻ്റെ പതാക കത്തിച്ചെറിഞ്ഞ് പകരം അവരുടെ പതാക ഉയർത്തിക്കാട്ടുകയാണ്. അങ്ങനെ പലതരത്തിൽ ആഭ്യന്തര വിഷയങ്ങൾക്ക് നടുവിലാണ് പാകിസ്ഥാൻ എന്നുകൂടി ഓർക്കണം. ഏതായാലും അല്പസമയത്തിനുള്ളിൽ സൈന്യത്തിൻ്റെ വാർത്താ സമ്മേളനം നടക്കും. അതൊരു അസാധാരണ വാർത്താ സമ്മേളനമാണ്, സംശയമില്ല. പുലർച്ചെ 5:45 എന്തിന് സൈന്യം വാർത്താ സമ്മേളനം പറയണം എന്ന കാര്യം എല്ലാവരും ഓർക്കണം. കൃത്യമായ ഒരു സന്ദേശം, ഒരു പ്രഖ്യാപനം ആ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കേണ്ടത്. സൈന്യത്തിൻ്റെ വാർത്താ സമ്മേളനം അല്പസമയത്തിനകം ഉണ്ടാകും എന്നറിയുന്നു. ഏതായാലും പാകിസ്ഥാൻ ഇന്നലെ രാത്രിയും പലതരത്തിൽ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. നിയന്ത്രണരേഖ മറികടക്കാൻ അനുവദിക്കുന്നില്ല സൈന്യം. അവരുടെ ആക്രമണങ്ങളൊക്കെ തുടക്കത്തിൽ തന്നെ അവസാനിപ്പിക്കാൻ ഭാരതത്തിന് കഴിയുന്നുമുണ്ട്. ഉറിയിൽ പാകിസ്ഥാൻ്റെ ഷെല്ലാക്രമണത്തിൽ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടു എന്ന വാർത്ത അനൗപചാരികമായി രാവിലെ മുതൽക്ക് കേട്ടിരുന്നു. പക്ഷേ അത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെടുന്നു. രാജസ്ഥാനിലെ ബാർമറിൽ ഡ്രോൺ കണ്ടെത്തിയ പശ്ചാത്തലത്തിൽ ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചു. 32 വിമാനത്താവളങ്ങൾ താൽക്കാലികമായി അടച്ചിട്ടുണ്ട്. മെയ് 14 വരെയാണ് വിമാനങ്ങൾ താൽക്കാലികമായി അടച്ചിട്ടുള്ളത്. ജമ്മുവിൽ വീണ്ടും ബ്ലാക്ക് ഔട്ട് കഴിഞ്ഞ രാത്രി പ്രഖ്യാപിച്ചിരുന്നു. രാജസ്ഥാനിലെ ബാർമർ അടക്കമുള്ള ഇടങ്ങൾ, അവിടെയും പൊഖ്രാൻ, ജയ്സാൽമീർ എന്നിവിടങ്ങളിലും സ്ഫോടന ശബ്ദം കേട്ടതായി പറയുന്നുണ്ട്. ഈ സ്ഫോടന ശബ്ദം എന്ന് പറയുമ്പോൾ അത് നിലത്തു വീണ് പൊട്ടിത്തെറിച്ചത് എന്നല്ല അർത്ഥം, മറിച്ച്
ഡ്രോണുകൾ പാഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് അതിനെ തകർത്തിടുന്നതിൻ്റെ സ്ഫോടന ശബ്ദമായി തന്നെ നമ്മൾ ഉറപ്പിക്കണം. പഞ്ചാബിൻ്റെ പല ഭാഗങ്ങളിലും പാകിസ്ഥാൻ്റെ ഡ്രോണുകൾ കണ്ടെത്തിക്കഴിഞ്ഞു. വെള്ളിയാഴ്ച രാത്രി അതിർത്തിയിൽ ഡ്രോണുകളും മറ്റും ഉപയോഗിച്ച് പാകിസ്ഥാൻ സൈന്യം നടത്തിയ ഒന്നിലധികം ആക്രമണങ്ങൾ ഫലപ്രദമായി ഇന്ത്യൻ സൈന്യം നേരിട്ടു എന്ന വാർത്തയും വരുന്നുണ്ട്. അതേസമയം ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഈ യുദ്ധം സംഘർഷമെന്നേ ഇപ്പോൾ പറയാനാകൂ. ഔദ്യോഗികമായി അതൊരു യുദ്ധപ്രഖ്യാപനമായി മാറിയിട്ടില്ല എങ്കിൽ പോലും അത് ലഘൂകരിക്കാൻ താൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് IMF അവരാകട്ടെ 8500 കോടി രൂപ പാകിസ്ഥാന് നൽകും എന്ന പ്രഖ്യാപനം വന്നു കഴിഞ്ഞു. അങ്ങനെ അരയും തലയും മുറുക്കി ഭാരതം സജ്ജമായി നിൽക്കുകയാണ്. ഒരു തർക്കവും വേണ്ട. സമുദ്ര അതിർത്തികളിലൊക്കെയും പടക്കപ്പലുകൾ തീ തുപ്പാൻ തയ്യാറെടുത്ത് നിൽക്കുന്നു. മറുവശത്ത് കരസേന സജ്ജമാണ്. നാവികസേന ആദ്യ മണിക്കൂറിൽ തന്നെ പ്രഹരം തുടങ്ങിക്കഴിഞ്ഞതുമാണ്. ഗുജറാത്തിലെ പത്താൻ, സന്തൽപൂർ താലൂക്കിൻ്റെ അതിർത്തി ഗ്രാമങ്ങളിലും ബ്ലാക്ക് ഔട്ട് എന്ന വാർത്ത വരുന്നുണ്ട്. ഹിമാചൽ പ്രദേശിലെ സോളനിലും ബ്ലാക്ക് ഔട്ട് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം IPL മത്സരം നടന്നത് ഈ അതിർത്തി പ്രദേശത്ത് ആയിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രി തിരക്കിട്ട ചർച്ചകളാണ് ഡൽഹിയിൽ ഉണ്ടായത്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, വിദേശകാര്യമന്ത്രി S ജയശങ്കർ, വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി എന്നിവരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കണ്ടിരുന്നു. ഇന്നലെ നടന്ന തിരക്കിട്ട ചർച്ചകൾ വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളിലേക്ക് എത്തിയോ? അതാകുമോ ഒരുപക്ഷേ സൈനികരുടെ വാർത്താ സമ്മേളനം ഇന്ന് രാവിലെ തന്നെ ഉണ്ടാകും, അല്പസമയത്തിനകം ഉണ്ടാകും എന്ന പ്രഖ്യാപനത്തിലേക്ക് നയിച്ചത് എന്ന ചോദ്യം. പഞ്ചാബിലെ ഫിറോസ്പൂരിൽ പാകിസ്ഥാൻ ഡ്രോൺ ആക്രമണം നടത്തി. അവിടെ ജനവാസ മേഖലയിൽ യുദ്ധനീതി എന്നൊന്നുണ്ട് പാകിസ്ഥാൻ. യുദ്ധനീതി കഴിഞ്ഞ ദിവസം വിക്രം മിശ്രി വിദേശകാര്യ സെക്രട്ടറി പറഞ്ഞത് നമ്മൾ ഓർക്കണം. അതായത് നിരീക്ഷണ ഡ്രോണുകൾ എന്ന വ്യാജേന നിങ്ങളയച്ചത് മറ്റു ഡ്രോണുകളെ ആയിരുന്നോ? ജനവാസ മേഖലയിൽ എന്തിന് നിങ്ങൾ ആക്രമണം നടത്തണം? യാത്രക്കാർ പോകുന്ന വിമാനങ്ങളെ മുൻനിർത്തി പിന്നിലൂടെ നിങ്ങൾ എന്തിന് പാഞ്ഞു വരണം? അങ്ങനെ ആട്ടിമുടി നിങ്ങൾ ചതിയുടെ രാഷ്ട്രമാണെന്ന് വ്യക്തമാക്കുന്ന രീതികളാണ് മുഴുവൻ കണ്ടത്. എന്തിനിങ്ങനെ ആക്രമിക്കാൻ പുറപ്പെടണം? തിരിച്ചടിയിൽ നിങ്ങൾ തകർന്നു വീഴുകയാണെന്നോർക്കണം. ഒന്നാഞ്ഞു തുമ്മിയാൽ തീരുന്നതേയുള്ളൂ പാകിസ്ഥാൻ എന്നോർക്കണം. എന്നിട്ടും ലോകരാഷ്ട്രങ്ങൾ തുർക്കി ഒഴികെ, ചൈന ഒഴികെ, ചൈന പോലും ഭാരതവും ഞങ്ങളുടെ അയൽക്കാരാണെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ തുർക്കി മാത്രം പിന്നിലുള്ള നിങ്ങളെന്തിനാണ് ഇന്ത്യയെ ആക്രമിക്കാൻ, ഭാരതത്തെ ആക്രമിക്കാൻ ഇറങ്ങി പുറപ്പെടുന്നത്? 4 ദിവസം കനത്ത യുദ്ധമുണ്ടായാൽ 4 ദിവസമേ നിങ്ങളുടെ ആയുധശേഖരം ഉപയോഗപ്പെടുത്താനാകൂ എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. അങ്ങനെയെങ്കിൽ പിന്നെന്തിനാണ് കരുത്തുറ്റ സേനാ സംവിധാനമുള്ള ഭാരതമെന്ന രാഷ്ട്രത്തിന് മേൽ ആക്രമണത്തിന് നിങ്ങൾ ഒരുങ്ങുന്നത് എന്ന് സ്വയം ഓർക്കുക. വൈകാരികമായ പ്രതികരണമാണോ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്? വൈകാരികതയല്ല, വിവേകമാണ് ഈ സമയത്ത് വേണ്ടത് എന്ന് പാകിസ്ഥാൻ തിരിച്ചറിയുന്നില്ല. ഇന്നലെയും വിദേശകാര്യ സെക്രട്ടറി പറഞ്ഞത് ഞങ്ങൾക്ക് സമാധാനമാണ് ആഗ്രഹം, സമവായമാണ് ആഗ്രഹം, ഞങ്ങളായി അങ്ങോട്ട് ആക്രമിച്ചു തുടങ്ങുന്നില്ല, നിങ്ങളത് തുടങ്ങി വെച്ചാൽ അവസാനിപ്പിക്കുന്നത് ഞങ്ങളായിരിക്കും എന്ന പ്രതികരണമാണ് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇതുതന്നെയാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും വ്യക്തമാക്കിയത്. പക്ഷേ പ്രകോപനം ആഞ്ഞു തുടർന്നാൽ, എത്ര പറഞ്ഞിട്ടും നിങ്ങൾ പഠിക്കുന്നില്ലെങ്കിൽ ഉറപ്പാണ് തിരിച്ചടി. പാകിസ്ഥാൻ ആക്രമണങ്ങളെ സജ്ജമായി തന്നെ ചെറുക്കുന്നു ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനം. എയർ ഡിഫൻസ് സിസ്റ്റം ആകട്ടെ, മറ്റു സംവിധാനങ്ങളാകട്ടെ കൃത്യമായി പ്രതികരിക്കുന്നുണ്ട്. നിങ്ങളുടെ ഡ്രോണുകളൊക്കെയും ആകാശത്ത് പൊട്ടിച്ചിതറുകയാണ്. നിങ്ങളുടെ യുദ്ധവിമാനങ്ങൾ കഴിഞ്ഞ ദിവസം 4 എണ്ണമാണ് തകർന്നു വീണത്. തെളിവുകളുണ്ട്, തെളിവുകൾ ശേഖരിക്കുന്നുണ്ട് ഭാരതം. അങ്ങനെ ജനവാസ മേഖലയിലേക്ക് നിങ്ങൾ എന്തിനാണ് ആക്രമണം അഴിച്ചുവിടുന്നത്? ഒടുവിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യോമപാത അടയ്ക്കേണ്ടി വന്നില്ലേ? അങ്ങനെ എല്ലാ അർത്ഥത്തിലും നിങ്ങളെ പ്രതിരോധത്തിലാക്കുന്ന നടപടിയാണ് ഭാരതം ഇതുവരെ സ്വീകരിച്ചത്. ഇനി ആക്രമണമാണെങ്കിൽ രണ്ടും കൽപ്പിച്ചിറങ്ങി പുറപ്പെട്ടാൽ പിന്നെ പാകിസ്ഥാൻ എന്താകും എന്നുകൂടി ഓർക്കുക. അവിടെ ഇപ്പോൾ തന്നെ ബലൂചിസ്ഥാൻ എന്നൊരു സംവിധാനം ഉയർന്നു പതാക ഉയർത്തിക്കഴിഞ്ഞു. ഞങ്ങളൊരു രാഷ്ട്രമാണെന്ന സന്ദേശം അവർ നൽകിക്കഴിഞ്ഞു.
നിങ്ങൾ എന്തിനാണ് തുടരെ ഇങ്ങനെ ആക്രമണം അഴിച്ചുവിടുന്നത്? നിങ്ങൾക്ക് പിന്നിൽ ആരാണുള്ളത്? ലോകരാഷ്ട്രങ്ങൾ ഒന്നാകെ നിങ്ങൾക്കെതിരാണ്. നിങ്ങൾ ഭീകരതയുടെ താവളമാണെന്ന ഒറ്റക്കാരണത്താൽ മതി നിങ്ങൾ പാകിസ്ഥാൻ എന്ന രാഷ്ട്രത്തിന് നേരെ ശക്തമായ പ്രതികരണം ലോകരാഷ്ട്രങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകാൻ. പുറത്തു വരുന്ന ദൃശ്യങ്ങളൊക്കെയും വ്യക്തമാക്കുന്നത് നിങ്ങളുടെ ഡ്രോണുകൾ ആകാശത്ത് പൊട്ടിച്ചിതറുന്നതാണ്, തീതുപ്പുന്നതല്ല, പൊട്ടിച്ചിതറുന്നതാണ്. ഭാരതത്തിൻ്റെ ശക്തമായ എയർ ഡിഫൻസ് സിസ്റ്റം നിങ്ങളെ അപ്പാടെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്, നിങ്ങളെ കനത്ത നാശനഷ്ടത്തിലേക്ക് തള്ളിവിടുന്നുണ്ട്. നിങ്ങളുടെ സാമ്പത്തിക ഭദ്രതയ്ക്ക് മേൽ ചോദ്യചിഹ്നമായി ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനം ഉയർന്നു നിൽക്കുന്നുണ്ട്. ഇതൊന്നും മറന്നു പോകരുത് പാകിസ്ഥാൻ. ഇപ്പോഴും പറയുന്നു, സമവായമാണ് നല്ലത്. പ്രകോപനം അവസാനിപ്പിക്കൂ, തിരിച്ചു പോകൂ, നിങ്ങൾക്കുണ്ടായ നാശനഷ്ടം പരിഹരിക്കാൻ ശ്രമിക്കൂ, നിങ്ങളുടെ സാമ്പത്തിക ഭദ്രത തിരിച്ചുപിടിക്കാൻ ശ്രമിക്കൂ. നയതന്ത്രപരമായി ഭാരതമേൽപ്പിച്ച തിരിച്ചടി നിങ്ങളെ എത്രമാത്രം പിടിച്ചുലച്ചതാണെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ്. ഒന്നോർക്കുക, ഭാരതമായിട്ടൊന്നും തുടങ്ങി വെച്ചിട്ടില്ല, നിങ്ങളായിട്ട് തുടങ്ങി വെച്ചത്. നിങ്ങൾ വെള്ളവും വളവുമിട്ട് നട്ടു നനച്ചു വളർത്തിയെടുത്ത ഭീകരത തോക്കുമായി വന്ന് വിനോദസഞ്ചാരത്തിന് വന്ന ആസ്വാദനത്തിൻ്റെ നിമിഷങ്ങൾക്കായി അവിടെ എത്തിച്ചേർന്ന അച്ഛനും അമ്മയും മക്കളും കൊച്ചുമക്കളും ഭാര്യയ്ക്കുമൊക്കെ ഒപ്പം വന്ന് അവിടെ പച്ചപ്പ് കാണാൻ, ജമ്മു കശ്മീരിൻ്റെ കുളിരണിയാൻ, മഞ്ഞുമലകൾ കാണാൻ അവിടെ എത്തിയവരെ നിങ്ങളെന്തിനാണ് തോക്ക് നെറ്റിക്ക് തൊട്ടരികെ ഉരുമ്മി വെച്ച് ഹിന്ദുവാണോ എന്ന ചോദ്യം മാത്രം ചോദിച്ച് നിങ്ങൾ ആ തലച്ചോറുകളെ ചിതറിത്തെറിപ്പിച്ചത്? അങ്ങനെയെങ്കിൽ മറുപടി നൽകണ്ടേ? അത് നിങ്ങളുടെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയായിരുന്നില്ലല്ലോ, സാധാരണ മനുഷ്യരുടെ ജനവാസ മേഖലകളിലേക്കായിരുന്നില്ലല്ലോ. ആ ആക്രമണമുണ്ടായത് ഭീകരരുടെ താവളങ്ങളിലേക്കായിരുന്നു. 9 ഭീകര താവളങ്ങൾ ചുട്ടരിച്ചു ഭാരതം. അപ്പോഴും ആ മരിച്ചു വീണ ഭീകരന്മാരുടെ മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുത്തത് നിങ്ങളുടെ സർക്കാർ പ്രതിനിധികളാണ്, നിങ്ങളുടെ സൈന്യമാണ്, നിങ്ങളുടെ പോലീസ് സംവിധാനമാണ്. അതിനർത്ഥം ഭീകരരെ നിങ്ങൾ വാഴിക്കുന്നു എന്നല്ലാതെ മറ്റെന്താണ്? ആ പാകിസ്ഥാനെതിരെയാണ് ഭാരതം ആക്രമണം അഴിച്ചുവിട്ടത്. വാർത്താസമ്മേളനം അല്പസമയത്തിന് ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ജിജീഷ് കരുണാകരനൊപ്പം ചേരുന്നുണ്ട്. ജിജീഷ്, എന്താണ് ഇന്നലെ രാത്രി സംഭവിച്ചത്? കൃഷ്ണജ്, പാകിസ്ഥാൻ വീണ്ടും പ്രകോപനം തുടരുന്ന ഒരു സ്ഥിതി നമുക്കറിയാവുന്നതുപോലെ തന്നെ എല്ലാ രാത്രികളിലും പാകിസ്ഥാൻ അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ആ പ്രകോപന നീക്കങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതുതന്നെയാണ് ഇന്നലെയും സംഭവിച്ചത്. അത് ശക്തമായ ഒരു തിരിച്ചടി പുലർച്ചെവരെയും തിരിച്ചടി നൽകാൻ ഭാരതത്തിന് കഴിഞ്ഞിരിക്കുന്നു എന്നത് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട നടപടികളുടെ ഒരു വിശദീകരണം തന്നെയായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് ഇനി പുറത്തു വരാനുള്ളത്. പ്രത്യേകിച്ച് ശക്തമായ ഒരു സൈനിക നീക്കങ്ങൾ പല മേഖലകളിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഇങ്ങോട്ടുണ്ടായ ആ പ്രകോപനം, ഒപ്പം തന്നെ ഡ്രോൺ ആക്രമണങ്ങൾക്കെല്ലാം തന്നെ തിരിച്ചടി, അത് നമ്മുടെ കൃത്യമായി തന്നെ പ്രതിരോധ നിര S-14 ബാലിസ്റ്റിക് മിസൈലുകൾ അടക്കം ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രതിരോധ നിര തീർത്തിട്ടുണ്ട്. ആന്റി ഡ്രോൺ സംവിധാനങ്ങൾ പൂർണ്ണമായും തന്നെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പ്രതിരോധം അവിടെ രാജ്യം പൂർണ്ണമായും തന്നെ തീർത്ത് മുന്നോട്ട് പോയിട്ടുണ്ട്. ഒപ്പം തന്നെ പാകിസ്ഥാൻ അയച്ച ഡ്രോണുകളെല്ലാം തന്നെ തകർത്ത് മുന്നേറാൻ ഭാരതത്തിന് കഴിഞ്ഞു എന്നത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനമായി വരുന്നത്. അവിടെ നമുക്കറിയാവുന്നതുപോലെ പാകിസ്ഥാന് ഒരു അവകാശവാദം പോലും ഉന്നയിക്കാൻ കഴിയാത്ത വിധം ചിഹ്ന ഭിന്നമാക്കാൻ പാകിസ്ഥാന്റെ നീക്കങ്ങളെയെല്ലാം തന്നെ ചിഹ്ന ഭിന്നമാക്കാൻ ഭാരതത്തിന് കഴിയുകയും ചെയ്തു. അങ്ങനെ ശക്തമായ ഒരു മുന്നേറ്റം രാജ്യം നടത്തുന്ന ആ കാഴ്ച വീണ്ടും നമുക്ക് കാണാൻ കഴിഞ്ഞു. മറ്റ് രണ്ടാം ദിവസവും അത് തന്നെയായിരുന്നു പ്രധാനമായും കാണാൻ കഴിഞ്ഞത്. ഒരു ഡ്രോൺ ഉയരുമ്പോൾ തന്നെ അത് എങ്ങോട്ടാണ്, ഏത് ദിശയിലേക്കാണ് തിരിയുന്നത് എന്ന് അതികൃത്യമായി തന്നെ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ആരംഭത്തിൽ തന്നെ തകർത്തിടാൻ കഴിയുന്ന ഒരു സംവിധാനം നമ്മൾ കൃത്യമായി തന്നെ കാണുകയും ചെയ്തു. ഇവിടെ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് വീണ്ടും ഈ ഒരു പ്രകോപനം ഉണ്ടാകുമ്പോൾ അവിടെ പൂർണ്ണമായും തന്നെ ഒറ്റ
ഒറ്റപ്പെട്ടിരിക്കുന്ന പാകിസ്ഥാനെയാണ് കാണാൻ കഴിയുന്നത്. ആ രാജ്യത്തെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അമൃത്സറിലും ഒപ്പം തന്നെ ഫിറോസ്പൂരിലും എല്ലാം തന്നെ അവിടെ ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു. പത്താൻകോട്ടിൽ 21 ഇടങ്ങളിൽ ഉണ്ട്. പൊക്രാനിൽ ഡ്രോൺ ആക്രമണം നടന്നിട്ടുണ്ട്. ഫിറോസ്പൂരിലും എല്ലാം തന്നെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങളിൽ സാധാരണ ജനങ്ങൾക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെയെല്ലാം തന്നെ ഇതിനെല്ലാം തന്നെ ശക്തമായ ഒരു തിരിച്ചടി രാജ്യം നൽകിയിരിക്കുന്നു. എവിടെയെല്ലാമാണ് എങ്ങനെയെല്ലാമാണ് എന്നത് കൃത്യമായി തന്നെയുള്ള ഒരു വിവരങ്ങൾ തന്നെയാണ് വൈകാതെ പുറത്തു വരികയും ചെയ്യുക. നേരത്തെ ഭീകരവാദ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ഭാരതം നടത്തിയ നീക്കത്തിന്റെ പേരിൽ, കാരണം നമ്മുടെ രാജ്യത്തേക്ക് കടന്നു കയറി പഹൽഗാമിൽ സാധാരണ ജനങ്ങളെ വെടിവെച്ചുകൊണ്ട ഭീകരതയ്ക്കെതിരായ ഒരു പോരാട്ടത്തിലേക്ക് ഭാരതം കടന്നപ്പോഴാണ് യാതൊരു പ്രകോപനവുമില്ലാതെ അത് ഭീകരതയ്ക്കെതിരായ നീക്കമാണ് എന്ന് കൃത്യമായിട്ട് അറിഞ്ഞിട്ടും ഭീകരതയെ താലോലിക്കുന്ന തങ്ങൾക്ക് ലഭിച്ച തിരിച്ചടിയാണ് എന്ന് വ്യക്തമായിട്ടും അത് ഒരു യുദ്ധനീക്കമാണ് ഭാരതം നടത്തിയതെന്നെല്ലാമുള്ള ആരോപണങ്ങളുമായി പാകിസ്ഥാൻ നടത്തിയ ഇത്തരം നീക്കങ്ങൾക്ക് അവിടെയാണ് ശക്തമായ ഒരു തിരിച്ചടി പൂർണ്ണമായും തന്നെ നൽകാൻ കഴിഞ്ഞത്. ഓരോ നീക്കത്തെയും അല്ലെങ്കിൽ രാജ്യം എത്ര സുസജ്ജമാണ് പ്രതിരോധ മേഖലയിൽ എന്ന് വ്യക്തമാക്കുന്ന നീക്കങ്ങൾ തന്നെയായിരുന്നു ഭാരതത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. കാരണം അതിന്റെ ആവനാഴിയിലെ ഏറ്റവും ആദ്യത്തെ പ്രതിരോധ നിര തന്നെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ തന്നെ പാകിസ്ഥാൻ പൂർണ്ണമായും ആ ഒരു പ്രതിരോധത്തിലേക്ക് പോകുന്ന സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഏറ്റവും ശക്തമായ ആയുധ വിന്യാസ സംവിധാനങ്ങൾ ഇപ്പോഴും ഉണ്ട്. കൃത്യമായ പ്രതിരോധ സംവിധാനങ്ങൾ രാജ്യത്ത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആ സംവിധാനങ്ങളുടെ എല്ലാം തന്നെ കീഴിൽ ശക്തമായി രാജ്യം ഇപ്പോഴും സ്വച്ഛമായി തന്നെ നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം തന്നെയാണ് ഉള്ളത്. വീണ്ടും ഇങ്ങനെ പ്രകോപനം എന്തുകൊണ്ട് തുടരുന്നു എന്നത് ലോകരാജ്യങ്ങൾ തന്നെ പാകിസ്ഥാനോട് ചോദിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ലോകരാജ്യങ്ങൾക്ക് പാകിസ്ഥാൻ അതിന് മറുപടി നൽകേണ്ട ഒരു സ്ഥിതിയിലേക്ക് പോയിരിക്കുന്നവർക്ക് മറുപടിയില്ല. ഈ പ്രകോപനങ്ങൾക്ക് തുടർച്ചയായി സാധാരണ ജനങ്ങളെ പോലും ലക്ഷ്യമാക്കി നടത്തിക്കൊണ്ടുള്ള ഡ്രോൺ ആക്രമണങ്ങൾക്ക്, ഷെല്ലാക്രമണങ്ങൾക്ക് ഒന്നും തന്നെ മറുപടിയില്ല. അവിടെ ഭാരതത്തിന്റെ അതിർത്തി മേഖലകളിൽ കുട്ടികളും പ്രായമായവരുമടക്കം സാധാരണ ജനങ്ങൾ അവിടെ ഈ ഒരു ആക്രമണത്തിന്റെ പരിക്കേൽക്കുന്നവരായും ജീവഹാനി നഷ്ടപ്പെടുന്നവരായും എല്ലാം തന്നെ മാറുമ്പോൾ ഭാരതം എന്താണ് ചെയ്തത് എന്നത് കൃത്യമായി തന്നെ നമ്മൾ കണ്ടതാണ്. പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള നീക്കങ്ങൾ നടത്തുന്നു. അത് കൃത്യമായി ലക്ഷ്യത്തിലേക്ക് എത്തുന്നു. ഭീകര കേന്ദ്രങ്ങൾ തകർക്കുന്നു എന്ന സ്ഥിതിയിൽ പോലും അത്തരം നീക്കങ്ങൾ ഉണ്ടാകുന്ന ഘട്ടങ്ങളിൽ പോലും ഈ ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് നയിക്കുകയായിരുന്നു പാകിസ്ഥാൻ ചെയ്തിരിക്കുന്നത്. എല്ലാ കാലത്തും പാകിസ്ഥാൻ ഇത് തന്നെയാണ്. തുടർച്ചയായ പ്രകോപനങ്ങൾ, മറ്റൊരു രാജ്യത്തിന്റെ മേഖലകൾ കൈയടക്കാൻ വേണ്ടിയുള്ള നിരന്തരമായ ശ്രമങ്ങൾ എല്ലാം തന്നെയാണ്. എന്നാൽ അവിടെ പാകിസ്ഥാൻ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് രാജ്യത്തിനകത്ത് തന്നെ വലിയ അന്തഃഛിദ്രങ്ങളെ ആ രാജ്യം നേരിടേണ്ടി വരുന്നു എന്നത് തന്നെയാണത്. ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ആ രാജ്യത്തിന്റെ പ്രത്യേകത രൂപീകൃതമായ അന്നു മുതൽ തുടങ്ങിയ ആ അന്തഃഛിദ്രങ്ങൾ, ആ പ്രശ്നങ്ങൾ അത് കൂടുതൽ രൂക്ഷമായിരിക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനമായി ഉള്ളത്. അവിടെ കൃത്യമായി തന്നെ ചോദ്യങ്ങൾ അവിടുത്തെ ഭരണകൂടത്തിന് നേരെ ഉണ്ടാകുന്നുണ്ട് അതിനകത്ത് നിന്ന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്നത് തന്നെയാണ്. സാധാരണ ജനങ്ങളടക്കം അവിടെ ഭരണകൂടത്തെ ചോദ്യം ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് പാകിസ്ഥാനിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ആ സമയത്ത് രാജ്യം ഒറ്റക്കെട്ടായി, ഭാരതം ഇവിടെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പാകിസ്ഥാന്റെ എല്ലാ നീക്കങ്ങളെയും അല്ലെങ്കിൽ ആക്രമണങ്ങളെയും ചെറുത്തു തോൽപ്പിക്കാൻ ഞങ്ങൾ ഒറ്റക്കെട്ടാണ് എന്ന് പറയുന്ന ഒരു ഭാരതത്തെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. അങ്ങനെ പ്രതിരോധത്തിന്റെ ഒരു കോട്ട തീർത്തുകൊണ്ട് ഭാരതം ഇവിടെ നിലനിൽക്കുകയും ഇന്നലെ രാത്രിയും പിന്നീട് തുടർച്ചയായും എല്ലാം തന്നെയുള്ള ഡ്രോൺ ആക്രമണങ്ങളെയെല്ലാം അനുനിമിഷം എന്ന രീതിയിൽ തകർത്ത് മുന്നോട്ട് പോകുന്ന ഭാരതത്തെ തന്നെയാണ് നമുക്ക് കാണാനും കഴിഞ്ഞത്. അങ്ങനെ ഇന്ന് കൃത്യമായി തന്നെ ഒരു എവിടെയെല്ലാമാണ് ആക്രമണങ്ങൾ നടന്നിട്ടുള്ളത്, എവിടെയെല്ലാമാണ് പ്രതിരോധിക്കേണ്ടി വന്നത്, ഏതെല്ലാം മേഖലകളിലാണ് നാശനഷ്ടങ്ങൾ ഉണ്ടായത് എന്നതടക്കമുള്ള കൃത്യമായ വിവരങ്ങൾ
ലഭിക്കും. നമുക്കറിയാവുന്നതുപോലെ എല്ലായ്പ്പോഴും രാത്രി കാലങ്ങളിൽ തുടർച്ചയായി തന്നെ ഇത്തരത്തിൽ ആക്രമണങ്ങൾ, ഷെല്ലാക്രമണങ്ങൾ, ഡ്രോണാക്രമണങ്ങൾ എല്ലാം പാക് പ്രകോപനം എന്നത് തന്നെയാണ് അതുകൊണ്ട് മനസ്സിലാക്കാൻ കഴിയുക. ഒരേ സമയത്ത് അല്ലെങ്കിൽ ഒരേ മേഖലകൾ കേന്ദ്രീകരിച്ച്, അതിർത്തി മേഖലകളിൽ കേന്ദ്രീകരിച്ച്, പഞ്ചാബിന്റെ മേഖലകളിലാണെങ്കിലും തന്നെ ഗുജറാത്തിന്റെ ഭാഗങ്ങളിലാണെങ്കിലും ഒക്കെ എല്ലാം തന്നെ അത്തരത്തിൽ അതിർത്തി മേഖലകളിൽ നിരന്തരമായ പ്രകോപനങ്ങൾ ഇത്തരത്തിൽ സൃഷ്ടിച്ചുകൊണ്ട് പാകിസ്ഥാൻ ആവർത്തിച്ചു വരുന്നു. ഭാരതം നേരത്തെ തന്നെ നൽകിയൊരു മുന്നറിയിപ്പ് എന്ന് പറയുന്നത് തങ്ങളായി അങ്ങോട്ട് ആക്രമണത്തിന് ഒരു ഘട്ടത്തിലും മുന്നോട്ട് പോകില്ല, എന്നാൽ ഈ പ്രകോപനം തുടർന്നാൽ പ്രതിരോധ നിര തീർക്കേണ്ടി വരുമെന്ന കാര്യം സൂചിപ്പിച്ചിരുന്നു. അത് പാകിസ്ഥാനെ പലവട്ടം പല ഘട്ടങ്ങളിലായി മനസ്സിലാക്കി കൊടുത്തിട്ടുള്ളതുമാണ്. എന്നാൽ ഇത് വീണ്ടും ആവർത്തിക്കുന്നു എന്നത് തന്നെയാണ് ഇതുമായി ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എവിടെയെല്ലാം പ്രധാനപ്പെട്ട വിവരങ്ങൾ ഔദ്യോഗികമായി തന്നെ നമുക്ക് അത് വിവിധ സൈനിക വിഭാഗങ്ങളിൽ നിന്ന് തന്നെ, നമ്മുടെ സൈനിക വിഭാഗങ്ങളിൽ നിന്ന് തന്നെയാണ് അറിയാനുള്ളത്. പ്രതിരോധ മേഖലകളിൽ നിന്ന് തന്നെയാണ് അറിയാനുള്ളത്. എങ്ങനെയാണ് ആ തിരിച്ചടികൾ നമ്മൾ നൽകിയിട്ടുള്ളത്, എവിടെയെല്ലാമാണ് അധിനിവേശ നീക്കങ്ങളുടെ പാക് നീക്കങ്ങൾ നടത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ ആക്രമണങ്ങൾ ശ്രമങ്ങൾ നടത്തിയിട്ടുള്ളത് എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, അതിന് നൽകിയിട്ടുള്ള തിരിച്ചടിയുടെ ആഴമെല്ലാം തന്നെ വിവിധ സൈനിക വിഭാഗങ്ങൾ ഔദ്യോഗികമായി തന്നെ അതിന്റെ ഒരു വിശദീകരണം നൽകും. ആ ഒരു ഘട്ടത്തിലായിരിക്കും പൂർണ്ണമായി തന്നെ നമുക്ക് ഇക്കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുക.